ഈ സഹായവും തവസ്സുലും ഒക്കെ ഇതൊക്കെ നാവുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഫത്ഹുൽ ബാരിയുടെ 2-ാം വാല്യം, ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം. ഇതിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്ന വളരെ വ്യക്തമായ ഒരു ചരിത്രമുണ്ട്. എന്താണ്? ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച പ്രബലമായ ഒരു സനദിലൂടെ ഉദ്ധരിച്ചതായിരിക്കുന്ന ഒരു ഹദീസ്. എന്താ? റസൂലുള്ള മരിച്ചു കിടക്കുകയാണ്. നബി തങ്ങളുടെ റൗളയുടെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് പറയാണ്, നബിയെ ഇസ്തസ്ഖിൽ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം അല്ലാഹുവിനോട്. ആളുകൾക്ക് മഴയില്ല, വരൾച്ച പിടിപെട്ടിരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന റസൂലിനോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ ആ സഹോദരൻ ഫഉതിയ റജുലു ഫിൽ മനാം ഫഖീല ലഹു യഅതി ഉമറ എന്ന് പറഞ്ഞ ഒരു സംഭവം. ഈ സംഭവത്തിൽ എന്താ അയാൾ ചെയ്യുന്നത്? ഈ സംഭവത്തിൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് ഇസ്തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഴയ്ക്ക് വേണ്ടി ചോദിക്കണം. ഇത് പ്രബലമായ സംഭവമല്ലേ? ഇത് നബിയുടെ വഫാത്തിന് ശേഷം സംഭവിച്ച സംഭവ. ഇത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. ഇത് മാത്രമല്ല, ഒരു കണ്ണുപൊട്ടനായ ഒരു സ്വഹാബി, കണ്ണ് കാണാത്തൊരു സ്വഹാബി. ആർക്കായാലും പൂതി ഉണ്ടാവും, കാഴ്ച ശക്തി ഉണ്ടാവണം എന്നുള്ളത്. നമുക്കൊക്കെ കണ്ണിന് കുറഞ്ഞ കൊണക്കെടുണ്ടാകുമ്പോൾ നമ്മൾ കണ്ണടക്കും. അപ്പൊ കാഴ്ച ഇല്ലാത്തോലെ മാനസികാവസ്ഥ എന്തേക്കാരം? ഈ സ്വഹാബി ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയാണ്, നബിയെ, എന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഞാനിപ്പോ ദ്വാർന്നാൽ എനിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടും, പക്ഷെ അതിലേറെ നല്ലത് നിനക്ക് അന്ധനായി ജീവിച്ച് മരിച്ചു പോകലല്ലേ, ആഖിറത്തിൽ കൂലിട്ടാ നല്ലത്. ആ സ്വഹാബി പറഞ്ഞു, ഇല്ല നബി, ഞങ്ങൾ ദ്വാർന്നേരണം. നബി ദ്വാർന്നു കൊടുത്തില്ല, നബി ദുആ ചെയ്തു കൊടുത്തില്ല. മറിച്ച് നബി എന്ത് ചെയ്തു എന്നല്ലേ, താൻ നബി ദുആ ചെയ്യുന്നതിന് സമാനമായ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. എന്താ? നീ മറ്റൊന്നും ചെയ്യണ്ട, ഈത്തിൽ മീളഅത, ജലാശയത്തിൽ ചെല്ലുക, എന്നിട്ട് ഫതവല്ല അഹ്സനൽ വുദു, അങ്ങനെ എങ്ങനെയെങ്കിലും കിളിമ്പി വുദുണ്ടാക്കിയ പോരാ, നല്ല മട്ടത്തിൽ ഇഹ്സാനിന്റെ വുദു ചെയ്യുക. പോരാ, ഫസല്ലി റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹിനോടാ ദുആ ഇറക്കണ്ട കേട്ടോ, നബിയോടല്ല ദുആ ഇറക്കണത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനബിയിക നബിയ്യിർ റഹ്മാ, അള്ളാഹുവിനോടാ ദുആ ഇറക്കണത്. സലാം വീട്ടിയ ആ ഇരിപ്പിലാ ദുആ ഇറക്കണത്, കണ്ണ് കാണാത്ത ആളാ ദുആ ഇറക്കണത്. എന്താ ദുആ ഇറക്കണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനബിയിക നബിയ്യിർ റഹ്മാ, റഹ്മത്തിന്റെ നബിയായ നിന്റെ നബിയെ കൊണ്ട് ഞാനിതാ അല്ലാഹുവേ നിന്നോട് ആ നബിയെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, യാ മുഹമ്മദ് യാ റസൂലല്ലാഹ്. അല്ലാഹുവോടാ ദുആ ഇറക്കണത്. ആരെ വിളിക്കണത്? മുഹമ്മദ് നബിയെ. ഇവിടെ മുഹമ്മദ് നബി ഇലാഹ, മുഹമ്മദ് നബി ഇലാഹാണെന്നോ റബ്ബാണെന്നോ ആ സ്വഹാബി സങ്കല്പിച്ചിട്ട് പോലുമില്ല. മറിച്ച് മുഹമ്മദ് നബി അഷ്റഫുൽ ഖൽഖാണെന്ന് മാത്രം, മുഹമ്മദ് നബി റസൂലുള്ളായാണെന്ന് മാത്രം. അങ്ങനെയുള്ള മുഹമ്മദ് നബിയെ വിളിക്കുകയാണ്, യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി. മുഹമ്മദ് നബിയെ അങ്ങേ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്ക് ചോദിക്കുന്നു, ഫീ ഹാജത്തി ഹാദിഹി, എന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുവാൻ വേണ്ടി, ലിയഖദിഹ, അല്ലാഹു ആ കാഴ്ച ശക്തി തിരിച്ചു തരുവാൻ വേണ്ടി. വീണ്ടും അദ്ദേഹം അല്ലാഹുവിനോട് തന്നെ പറയാ, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ, അല്ലാഹുവേ അതുകൊണ്ട് മുഹമ്മദ് നബിയെ എന്റെ കാര്യത്തിൽ നീ ഷഫീആക്കണേ, ശിപാർശകനാക്കണേ. എന്താ അതിന്റെ അർത്ഥം? മുഹമ്മദ് നബിയിലൂടെയുള്ള ഒരു സഹായം എനിക്ക് തരണേ, മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട്. എന്താ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഷഫായത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കോഴിക്കോട് നിന്ന് വണ്ടി കയറി വിചാരിച്ചോളി. കോഴിക്കോട് നിന്ന് ഞാൻ വണ്ടി കയറി, ബസ് കയറി, അല്ല എല്ലാ സീറ്റും ഫുൾ ആയിട്ടുണ്ട്. ഞാനൊരു സീറ്റിൽ പിടിച്ചിരുന്നു. അപ്പോഴാണ് 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, എന്നെക്കാൾ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ കുട്ടിനെയും തോളത്ത് വെച്ചുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ കയറി കമ്പിമ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആ കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട്, ആ കുട്ടി, ചെറിയ കുട്ടി, നിഷ്കളങ്കനായ കുട്ടി, ആ കുട്ടിയെ താങ്ങി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനൊന്ന് സഹായിക്കണം. എങ്ങനെ? ഈ കുട്ടിയെ കണ്ടുകൊണ്ടുള്ള സഹായം. ഞാൻ എഴുന്നേറ്റ് കൊടുക്കും, നിങ്ങൾ ഇരുന്നോളി പറയും. ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്റെ സഹായം ആ ചെറുപ്പക്കാരന് കിട്ടിയത് ആരിലൂടെ? ഈ കുട്ടിയിലൂടെയാണ്. ഇതാണ് ശഫാഅത്ത്. ശഫാഅത്തിന്റെ രൂപമാണ്. ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കട്ടെ. റസൂലിലൂടെ
എനിക്ക് എന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടണേ. ഉടനെ അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ഹദീസുകൾ പറഞ്ഞു. കുറ്റമറ്റ ഹദീസല്ലേ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തില്ലേ? അതേപോലെ തന്നെ ധാരാളം മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു, തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അത് നബിയുടെ ജീവിതകാലത്ത് നടന്നൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ നബിയുടെ വഫാത്ത് കാലത്ത് നടന്ന സംഭവം. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണിത്. ഇത് ശറഹുൽ മുഹദ്ദബാണ്, ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ്. ഈ ശറഹുൽ മുഹദ്ദബ് ഇവിടെ പ്രസംഗിച്ചു പോയ നമ്മളെ ദാരിമിയാളുണ്ടല്ലോ, ഈ ദാരിമിയാൾ പറഞ്ഞൊരു വാക്ക് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചു? ഞാൻ ആ സീഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ അറിയോ? ഷാഫി മദ്ഹബിലുള്ള പ്രബലാഭിപ്രായം മഹാനായ ഇമാം നവവിയുടേതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്തേ ഇമാം നവവി മഹാനായത്? കാരണം നവവി ഇമാം തന്റെ സർവ്വ കിതാബുകളിലും, കിതാബുൽ ഇവാഹിലും, കിതാബുൽ അദ്കാറിലും, കിതാബുൽ മജ്മൂഇലും, ഇങ്ങനെ നവവി ഇമാമിന് എത്ര കിതാബ് ഉണ്ട്? ആ കിതാബുകളിൽ അധികത്തിലും മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമാണ് കിതാബുൽ ഹജ്ജില്. എന്താ പറയണ? ഹജ്ജ് വിശദീകരിച്ചു കൊടുക്കുന്ന അധ്യായത്തിൽ മഹാനവറുകൾ അവസാനം പറയാണ്, ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോണം. എവിടേക്ക്? മദീനത്ത് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് പോകണം. എന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നബിക്ക് സലാം ചൊല്ലണം. നബിയുടെ കൂടെ മറപാട് പെട്ട് കിടക്കുന്ന അബൂബക്കർ തങ്ങൾക്കും സലാം പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സലാം പറയണം. എല്ലാവർക്കും സലാം പറഞ്ഞതിന് ശേഷം എന്നിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയിലേക്ക് റസൂലിനെ കൊണ്ട് ശഫാഅത്ത് തേടുകയും വേണം. ഇതിൽ പറയുകയാണ്, വമിൻ അഹ്സനി മാ യഖൂലു മാ ഹഖാഹുൽ മാവർദിയു വൽ ഖാദി അബു ത്വയ്യിബ് വസായിറു അസ്ഹാബിനാ അനിൽ ഉതുബി. മഹാനായ ഇമാം നവവി പറയുന്നട്ടോ, ദീനിൽ അവലംബിക്കപ്പെടാൻ പറ്റുന്ന ഇമാം നവവി തങ്ങൾ പറയുകയാണ്, ഖബർ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആള് തവസ്സുലാക്കിക്കൊണ്ട് നബിയെ ഇടയാളനാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അതിൽ ഏറ്റവും നല്ലതാണ് എന്ത്? മാവർദി ഇമാം പറയുന്നു, ഖാദി അബു ത്വയ്യിബ് പറയുന്നു, ഷാഫിഈ മദ്ഹബിലുള്ള സർവ്വ ഇമാമുമാരും പറയുന്നു. ഷാഫിഈ മദ്ഹബ് മാത്രമല്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബിലുള്ള ഇമാമുമാരും പറയുന്നു, മാലിക്കി മദ്ഹബുകാർ പറയുന്നു, അതേപോലെ തന്നെ അബൂ ഹനീഫയുടെ ഇമാം മദ്ഹബുകാർ പറയുന്നു. എല്ലാവരും ഏകോപിച്ചൊത്തു സമ്മതിച്ചുകൊണ്ട് ഇജ്മാ ആയി രേഖപ്പെടുത്തുന്നു. എന്ത്? റസൂലുള്ളാഹിന്റെ സവിധത്തിൽ പോയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണം. എന്നിട്ട് പറയണം, വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലാണ് ഈ ആയത്തുള്ളത്. അതുകൊണ്ട് വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, നബിയെ ഞാനിതാ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു, എന്റെ ദോഷത്തിൽ നിന്ന് പൊറുക്കൽ ചോദിക്കുന്നവരായിട്ടും റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ഞാൻ ശഫാഅത്ത് അഭ്യർത്ഥിക്കുന്നവരായിട്ടും ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പാടണം, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ദുമുഹു فطاب من طيبهن القاء والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم എന്ന് റസൂലിനെ നേരിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് നബിയോട് സംഭാഷണം ചെയ്യണം. സുന്നത്താണ്. കണ്ടോ, വിശുദ്ധ ഖുർആനിലുള്ള വലു അന്നഹും യദ്ദലമു എന്നുള്ള ആയത്ത് വിശദീകരിച്ചിട്ടാണ് ഇമാമുമാരിത് പറയുന്നത്. വലു സൂറത്തുൻ നിസായിലെ വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് പറയുമ്പോൾ ഇവര് പറയുന്ന ചോദ്യം എന്താ അറിയോ? അതിന് മുമ്പ് പറഞ്ഞത് മുനാഫിക്കീങ്ങളെ പറ്റിയല്ലേ? ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് മുനാഫിക്കീങ്ങളെ പറ്റി, മുനാഫിക്കീങ്ങൾ പറഞ്ഞാറില്ലേ, കപട വിശ്വാസികൾ, അവരെ പറ്റിയല്ലേ? ആയിക്കോട്ടെ, തൊട്ട് മുമ്പ് മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞതാണെങ്കിലും ഈ ആയത്ത് എല്ലാവർക്കും ബാധിച്ചതാ. ഖുർആനിന്റെ ഒരു ആയത്ത് ഒരു വിഭാഗത്തെ പറ്റി അവതരിപ്പിച്ചതാണെങ്കിലും ആ ആയത്ത് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ജനതക്ക് അത് ബാധകമാകും. അതുകൊണ്ട് ദോഷികളായ എല്ലാ ആളുകളും, അത് നബിയുടെ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടമാവട്ടെ മരണാനന്തരമാവട്ടെ, റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ദോഷം പൊറുക്കും. സുന്നത്താണ്, സുന്നത്തായ അമലാണ്. ഇത് നബി ഇമാമ പറയുന്നത്.
ഇമാം ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്റെ പ്രസിദ്ധമായ തഫ്സീറിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു അനേക മുഫസ്സിറുകൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്വഹാബത്ത് മുതൽക്ക് ഇമാമുകൾ ഒന്നടങ്കം പറയുന്നു, മൺമറഞ്ഞു പോയ നബിയോട് സഹായാർത്ഥന നടത്തൽ അത് കൂടുതൽ ഇജാബത്ത് ലഭിക്കാൻ നല്ലതാണ്, പര്യാപ്തമാണ്, തവസ്സുല് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, സ്വാലിഹായ അമലാണ്. പിന്നെ എങ്ങനെ ശിർക്കാക? എന്താ ഇമാമിങ്ങളൊക്കെ നരകത്തേക്ക് വയ്ക്കുക? ഇമാമിങ്ങളൊക്കെ തൗഹീദ് എന്ന് വയ്ക്കുക? നിങ്ങൾ നോക്കൂ, മങ്കൂസ് മൗലിദ് നമ്മൾ ചെല്ലാറില്ലേ? എന്താ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ ഉത്തമരെ, ഞാൻ ഒരുപാട് ദോഷങ്ങൾ പ്രവർത്തിച്ചു, അങ്ങയോട് ആവലാതിപ്പെടുന്നു. ഇത് ശിർക്കാ? തൊള്ള കൊണ്ട് ഉച്ചരിക്കുന്ന ഈ വാചികമായ ഈ അമല് സ്വാലിഹായ അമലാണ്, ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. അത് ഈമാൻ കാര്യത്തിന്റെ പട്ടികയിലല്ല എണ്ണേണ്ടത്. ഈമാൻ കാര്യം മനസ്സിലുണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതും സ്വാലിഹായ അമലുമാണ്. നബിമാരിൽ ഉത്തമരെ എന്നാ പറഞ്ഞ, ഇലാഹായവരെ എന്നല്ല പറയണത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഈ തവസ്സുല് ഇസ്തിഗാസതൊക്കെ കൂലി കിട്ടുന്ന കാര്യ, അത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ട കാര്യ. അത് ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ പ്രചരണം കേരളക്കര ആദ്യമായി കേട്ടത് 1921. അതിനു മുമ്പ് 1300 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ഈ ഒരു ശബ്ദം കേട്ടിട്ടേയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കേരളത്തിൽ ഇന്ന് പരിലസിച്ചു കൊണ്ടിരിക്കുന്ന വഹാബികളുടെ മൗദൂദികളുടെ ആശയം തൗഹീദിൽ വഴിപിടച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വെച്ചു പുലർത്തിയ ആശയങ്ങൾക്ക് വിരുദ്ധമായ പുതിയ ആശയം, അതല്ലേ ബിദ്അത്ത്. ആ ബിദ്അത്ത് വെച്ചു പുലർത്തിയുള്ള കുഴപ്പമെന്താ? വകുല്ലു ബിദ്അത്തിൻ ദലാല, അതൊക്കെ വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. അതുകൊണ്ട് വഹാബിസത്തിന്റെ തൗഹീദ് നരകത്തിലേക്കാണ്. വഹാബിസം പറയുന്ന തൗഹീദ് എന്താണെന്നറിയോ? നമ്മളിപ്പോ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അഭൗതിക മാർഗത്തിലുള്ള സഹായാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്താൽ അല്ലേ, അതാണ് ഒരു തൗഹീദ്. അള്ളാഹിനോട് ചെയ്താൽ തൗഹീദ്, അല്ലാത്തവരോട് ചെയ്താൽ ശിർക്ക്. ഇനി വേറെ നിനക്ക് പറയാറുണ്ട്, മൺമറഞ്ഞു പോയവരോടുള്ള സഹായം ചോദിക്കൽ അള്ളാഹുവിനോട് ചെയ്താൽ തൗഹീദ്, അല്ലാത്തവരോട് ചെയ്താൽ ശിർക്ക്. മൂന്നാമതൊരു നിർവചനം പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ തൗഹീദ്, അല്ലെങ്കിൽ ശിർക്ക്. ഇതൊക്കെ തൊള്ളോണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യത്തിനും ഒരു കാരണമാണ്. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, കാരണം എന്താ? ഈ മൈക്കയും ഈ ബോക്സുമാണ്. അത് സാധാരണ കാരണങ്ങളാ. ഇനി ചിലപ്പോ അസാധാരണ കാരണങ്ങൾ ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിൽ നിന്ന് വടിയിട്ടപ്പോൾ അത് പാമ്പായി. അവിടെ പാമ്പായി എന്ന കാര്യമുണ്ടായത് മൂസാ നബി വടിയിടുക എന്നുള്ളത് അസാധാരണമായ കാരണമാണ്. ഏതായാലും കാരണമാണ്. കാരണം രണ്ടു തരമുണ്ട്. ഒന്ന് സാധാരണ കാരണം, മറ്റൊന്ന് അസാധാരണ കാരണം. ഏതാവട്ടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമില്ല. ഇതറിയാതെ പല പറയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ തൗഹീദ്, അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്ക്. എവിടുന്ന് കിട്ടിയ നിർവചനം? ഏതെങ്കിലും ഒരു ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹദീസിൽ, പോട്ടെ ഒരു മൗദൂആയ ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ ഏതെങ്കിലും ഒരു ഇമാമുമാരുടെ ഒരു ഉദ്ധരണി വായിക്കാൻ കഴിയുമോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഇട്ടില്ല. എങ്ങനെ കിട്ടും? 921 ശേഷം കയറ്റിക്കൂട്ടിയ വാദല്ലേ? 1300 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വാദമല്ലേ? അതുകൊണ്ടാണ് വഹാബികളുടെ തൗഹീദ് പഴച്ചു പോയതാണ്. ചെല്ലണമായിരുന്നില്ല. ഈ തൗഹീദ് ശിർക്കിന്റെ അമ്പിയാക്കളഖിലം ഇവിടെ പ്രചരിപ്പിച്ച തൗഹീദ് ശിർക്കിന്റെ കാര്യത്തിൽ വഴിപിഴച്ചു പോയ ബിദ്അത്തിന്റെ ആളുകൾ ഈ കളത്തിലേക്കാണ് നമ്മുടെ പാവം സുഹൃത്തുക്കള് കളം മാറി ചവിട്ടിപ്പോയത്. നമുക്കറിയാം അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അതൊക്കെ വ്യക്തിപരമായ ആരോപണങ്ങളാകുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കണം. ഈ പറഞ്ഞ ആളുകൾ, ഇവിടെ പ്രസംഗിച്ചു പോയ ചില ആളുകളൊക്കെ, അവരൊക്കെ എന്തിനാണ് ഈ കളം മാറി ചവിട്ടിയത് എന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിവിടെ ഈ സദസ്സിൽ, ഇവിടെ പറഞ്ഞാൽ പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ നമ്മൾ അത് പറയാന്ന് പറഞ്ഞത് വ്യക്തിഹത്യ ചെയ്യലാവും. നമ്മളത് വേണ്ട. നമ്മൾ ആശയം കൊണ്ട് വിശദീകരിക്കാം.
വ്യക്തിപരമായ കുറവുകളും കുറ്റങ്ങളും അത് ഇവിടെ വിശദീകരിക്കുക എന്നുള്ളത് നമ്മുടെ ശൈലിയല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കാറുള്ളത് ഇവിടെ പ്രസംഗിച്ചു പോയ ആൾക്കാർ. നേരത്തെ ആ പറഞ്ഞ ആളുണ്ടല്ലോ, എന്താണ് സൊലാഹി എന്ന് പറഞ്ഞ ആ വ്യക്തി നമ്മളെ നന്ദി ദാറുസലാമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഞാൻ നന്ദി ദാറുസലാമിൽ നിന്ന് 2001 ബിരുദം വാങ്ങി പുറത്തിറങ്ങി ഇപ്പോൾ ഒരു പള്ളിയിൽ ചെറിയ സേവനം ചെയ്യുന്ന ഒരു ഹാദിമാണ്, ദാരിമിയാണ്. ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന ദാരിമി സുഹൃത്തുക്കൾ ഇവരെല്ലാം പഠിച്ചിറങ്ങിയ ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് കടുത്ത ഒരു ദുരാരോപണം, ശിർക്കാരോപണം ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്താണ് അയാൾ പറഞ്ഞത്? കോഴിക്കോട് ഇടിയങ്ങരയിലുള്ള അപ്പവാണിഭ നേർച്ചയിൽ കെട്ടിപ്പടുത്ത ഖബറിൽ നടക്കുന്ന നേർച്ചയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ദാരിമിയാളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഗൗരവമുള്ള ആരോപണമല്ലേ? എന്താണ് അയാൾ പറഞ്ഞത്? അവിടെ കെട്ടിപ്പടുത്തുകൾ, ഖബർ കെട്ടിപ്പടുത്തുകൾ എന്നാ പറഞ്ഞത്. ഖബർ കെട്ടിപ്പടുക്കലോടുകൂടി അത് ശിർക്കായി. സഹോദരന്മാരെ, എന്താണ് ഈ ഖബർ കെട്ടിപ്പടുക്കുക? ഞാൻ അതിന്റെ ഇസ്ലാമിന്റെ വശം ഞാൻ പറഞ്ഞുതരാം. സുന്നി മുജാഹിദ് എന്നുള്ളതല്ല, ഇസ്ലാമിന്റെ വശം എന്താ? എന്റെ ചെറുപ്പക്കാരടങ്ങുന്ന ഈ മഹത്തായ ഈ ജനാവലി ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഖബർ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വലിയ ആരോപണമായിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പറഞ്ഞ അത് അവിടെ ഇടിയങ്ങരയിൽ ചെയ്യുന്നത് ആ മഹാന ഇലാഹാക്കി നടത്തുന്ന ഇബാദത്തല്ല. വലിയ ഇടതേടിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നത് സ്വഹാബത്ത് മുതൽക്ക് നടന്നു പോരുന്ന ആചാരമാണ്. അതൊരിക്കലും തന്നെ ശിർക്കല്ല. തൗഹീദ് ശിർക്ക് മനസ്സുമായി ബന്ധപ്പെട്ട വ്യവഹാരമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കലും അതിനെതിരിൽ വിശ്വസിക്കലുമാണ്. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല. അത് ഈമാൻ കാര്യമാണ്, ഇത് ഇസ്ലാം കാര്യമാണ്. രണ്ടായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്ന് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇസ്ലാം കാര്യം, രണ്ട് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ഈമാൻ കാര്യം. ഇത് രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മളെ മദ്രസ തലത്തിൽ വരെ പഠിപ്പിക്കുന്ന വിഷയ. ഇത് ചെറിയ വിഷയ, ഏത് കുട്ടിക്കും അറിയുന്ന വിഷയമല്ല. ഇതുപോലും അറിയാത്തൊരു വിഭാഗം അവിടുക്കാന്നിട്ട് കുറച്ച് ആൾക്കാർ കളം ചോട്ടിയത്. നമുക്ക് സങ്കടപ്പെടല്ലാതെ പരിതപിക്കുകയല്ലാതെ പരിഭവപ്പെടുകയല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഖബർ കെട്ടിപ്പൊന്തിച്ചു എന്നുള്ളതാണോ പ്രശ്നം? എന്താണ് ഖബർ കെട്ടിപ്പൊന്നിരിക്കുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? സാധാരണഗതിയിൽ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ ഖബർ ഒരു ചാണിലേറെ ഉയർത്തൽ, ഒരു ചാണുയർത്തലാണ് സുന്നത്ത്. അതിലേറെ ഉയർത്തിയാൽ അത് സുന്നത്തിന് വിരുദ്ധമാണ്. എങ്കിലും അത് കറാഹത്ത് പോലുമില്ല. അവിടെ മണ്ണിങ്ങനെ ഒരു ചാണിലേറെ കൂമ്പിക്കുന്നത് കറാഹത്ത് പോലുമില്ല. പക്ഷെ ഒരു ചാണിൽ മതിയാക്കലാണ് നല്ലത്, അല്ലേ? നമ്മളെ നന്ദി ദാറുസലാമിന്റെ ജുമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്തും മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഖബറുകൾ പരിശോധിച്ചു നോക്കാണി. സുന്നികളാണ് അവിടെ മറമാടിയിട്ടുള്ളത്. ഒരു ചാണെ അവർ ഉയർത്തിയിട്ടുള്ളൂ. പക്ഷെ ആ ഖബറുകൾ അടിമുതൽ പടുത്തുണ്ടാക്കലോ അതിന്റെ മേലെ ബിൽഡിംഗ് ഉണ്ടാക്കലോ, എന്താണ് അതിന്റെ വിധി? പ്രത്യേക ഉദ്ദേശമോ പ്രത്യേക ആവശ്യമോ ഇല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്ത് കറാഹത്ത്, പൊതുമക്ബറയിൽ ഹറാമ്. അങ്ങനെയല്ല ഉസ്താദ്മാരെ? സ്വകാര്യ സ്ഥലത്ത് കറാഹത്ത്, പൊതുമക്ബറയിൽ ഹറാമ്. എന്താ സ്വകാര്യ സ്ഥലത്ത് കറാഹത്ത് കാരണം എന്താ? കുറ്റൊന്നുമില്ല. പക്ഷെ കറാഹത്താവാൻ കാരണം ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്തൊരു വെറുമ്പടിയല്ലേ? പൊതുമക്ബറയിൽ കെട്ടിപ്പടുക്കലോ ബിൽഡിംഗ് എടുക്കലോ ഹറാമാവാൻ കാരണം അവിടെ വേറെ ആളുകൾക്ക് മറമാടേണ്ടി വരും. അത് പൊതുസ്ഥല. ഈ പാലത്തിന്റെ മാതിരി ഇത് പൊതുസ്ഥല. ഇവിടെ ഒരാൾക്ക് മാത്രം ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റൂല, എല്ലാവർക്കും കൂടി വണ്ടി ഓടിക്കാനുള്ളതാ എന്ന് പറഞ്ഞ മാതിരി പൊതുമക്ബറയിൽ പ്രത്യേക ഉദ്ദേശമില്ലെങ്കിൽ ഹറാം. അവിടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശ്ഹൂരികളായ ഉലമാക്കൾ, ഇങ്ങനത്തെ ആളുകളുടെ അവിടെ അവരുടെ ഖബറുകൾ തിരിച്ചറിയുവാൻ വേണ്ടിയും അവിടെ സിയാർത്ത് ചെയ്യുന്ന ആളുകൾക്ക് മഴ കൊള്ളാതിരിക്കാനും വെയിൽ തട്ടാതിരിക്കുവാനും വേണ്ടി അത് കെട്ടി ഉയർത്തുന്നതോ അവിടെ ബിൽഡിംഗ് എടുക്കുന്നതോ കുഴപ്പമില്ല, ജായിസാണ്. ഇതെന്തുകൊണ്ട് അവർ പറഞ്ഞത്? വെറുതെ ദീനിലില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയതാ? അല്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ വിലക്ക് ഖബറിന്റെ മേലെ ഇരിക്കാനും ഖബറിന്റെ മേലെ ബിൽഡിംഗ് എടുക്കാനും അല്ലാഹുവിന്റെ റസൂൽ വിലക്കി. ഹദീസുണ്ട്.
അതാ നമ്മൾ പറഞ്ഞ സ്വകാര്യ സ്ഥലത്ത് കറാഹത്തും പൊതുസ്ഥലത്ത് ഹറാമും. പക്ഷെ അതേ അല്ലാഹുവിന്റെ റസൂല് മരിച്ചപ്പോ എവിടെ മറമാടിയത്? ആയിഷാ ബീവിന്റെ വീട്ടില്, ബിൽഡിങ്ങിന്റെ ഉള്ളില്. അതിപ്പോ എന്താ അവിടെ മറമാടിയത്? പ്രവാചകന്മാർ എവിടെ മരിക്കുന്നുവോ അവിടെ മറമാടണം എന്നാണ്. ഓക്കെ, സമ്മതിച്ചു. രണ്ടാമതായി ആര് മരിക്കുന്നു? 2 ചില്ലാനും കൊല്ലം കഴിയുമ്പോ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുന്നു. എവിടെ മറമാടിയത്? ജന്നത്തുൽ ബഖീഇലല്ല, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ മറമാടുന്നു. തീർന്നില്ല. മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരിക്കുന്നു. എവിടെ മറമാടുന്നത്? ആയിഷാ ബീവിയുടെ അനുമതി പ്രകാരം ജന്നത്തുൽ ബഖീഇലല്ല മറമാടിയത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ പിന്നിലായിട്ട് വടക്കു ഭാഗത്തായിട്ട് മറമാടി. ചരിത്രം പറയുകയാണ്, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ. എന്നിട്ട് തീർന്നില്ല. ആ ബിൽഡിംഗ് പിന്നീട് ക്ഷയിച്ചു. അതിന്റെ ചുമരുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു. അത് ഈത്തപ്പന മട്ടലിന്റെ ചുമരുകളായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികളും സ്വഹാബിമാരും എല്ലാവരും പിന്നെ മസ്ജിദുൻ നബവി വികസിപ്പിച്ചപ്പോൾ ആ 3 ആളുകളുടെ ഖബറുകൾ പ്രത്യേകമായ സംരക്ഷണ ഭിത്തിയും മേലാപ്പും നിർമ്മിച്ചുകൊണ്ട് പെയിന്റ് അടിച്ചുകൊണ്ട് വൃത്തിയോടുകൂടി ഇന്നും സൂക്ഷിക്കുന്നു. എന്തായാലും കാരണം അവിടെ മസ്ജിദുൻ നബവി വികസിപ്പിച്ചപ്പോ ആളുകൾ അതിലേക്ക് നിസ്കരിക്കുമ്പോൾ തങ്ങളുടെ സുജൂദ് അതിന്റെ നേരെ, കാരണം കിബിലിന്റെ ഭാഗത്താണ് ആ റൂമുള്ളത്, അപ്പൊ തങ്ങളുടെ സുജൂദ് അതിന്റെ നേർക്ക് വരരുത് എന്ന ഒരു ലക്ഷ്യമുണ്ടായപ്പോൾ അവർ ആ റൂമിനെ ഒരു പ്രത്യേക റൂം, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 5-8 മീറ്ററോളം ദൈർഘ്യമുള്ള റൂമാണ്, അത്ര വീതിയുമുള്ള റൂമാണ് ഇപ്പത്തെ കാലത്തത്. എന്താ? ഖബറിന്റെ മേലെ ബിൽഡിംഗ് എടുത്താൽ അത് ശിർക്കാണ് എങ്കിൽ പള്ളി വികസിപ്പിക്കാൻ വേണ്ടി അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ, അത് ഒഴിച്ചിടാനുള്ള വേണ്ടത്. നമ്മളൊക്കെ അതാണ് ചെയ്യണത്. പള്ളി വികസിപ്പിക്കുമ്പോൾ ഖബറുകൾ ഒഴിച്ചിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ തൊടൂല. എന്തുകൊണ്ട് ഇവിടെ ഈ 3 പേരുടെയും ഖബറുകളെ പ്രത്യേകമായി സംരക്ഷിച്ചു പോരുന്നു? അതൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാക്കുന്നു. പള്ളിയുടെ വികസനത്തിന്റെ പേരിലാണെങ്കിലും അത് ശിർക്കായിരുന്നെങ്കിൽ പള്ളി വികസിക്കാൻ വേറെന്തെല്ലാം മാർഗമുണ്ട്. അപ്പൊ പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ, പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേക ഉദ്ദേശമുണ്ടെങ്കിൽ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നതോ അതിന്റെ മേൽ ബിൽഡിംഗ് എടുക്കുന്നതോ അവിടെ അതിന്റെ മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതോ ഹറാമില്ല, കറാഹത്തില്ല, ജായിസാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമുമാർ, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമുമാർ, ഹനഫി മദ്ഹബിന്റെ ഇമാമുമാർ, മറ്റു മദ്ഹബുകളുടെ ഇമാമുമാർ ഒന്നടങ്കം രേഖപ്പെടുത്തി. അവർ ദീനിലില്ലാത്ത കടത്തി കൂട്ടിയതാ. അപ്പൊ ഇക്കാരണങ്ങളെ കൊണ്ട് ഇവിടെ ഖബറിന്റെ മേലെ ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പ്രത്യേക ലക്ഷ്യമില്ലാത്തോടത്തേക്കാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശ്ഹൂരികളായ ഉലമാക്കൾ അവരുടെ ഖബറുകൾ അത് കെട്ടിപ്പടുക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിന്റെ അവിടെ ബിൽഡിംഗ് എടുക്കുന്നത് അവിടെ നിസ്കരിക്കാൻ വേണ്ടിയല്ല, അവിടെ സിയാർത്ത് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയാണ്. അത് തെറ്റില്ല, ഹറാമില്ല, കറാഹത്തില്ല, ജായിസാണ്. ഇത് എങ്ങനെയാ അതല്ല ചെയ്തിരിക്കുന്നത്? എന്നിട്ട് അവിടെ നേർച്ചയാക്കുന്ന ആളുകൾ നൽകുന്ന സംഭാവന കൊണ്ട് സ്ഥാപനം നടത്തി എൽമിന്റെ വകുപ്പിൽ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് കൂലിട്ടുന്ന കാര്യല്ലേ? അത് ഹറാമിന്റെ മുതലാണോ? അത് ശിർക്കിന്റെ മുതലാണോ? അത് ഭക്ഷിച്ചുകൊണ്ടാണോ ധാരിമികൾ പുറത്തിറങ്ങുന്നത്? നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇവിടെ ബാങ്ക് ഇപ്പൊ നമ്മളിന്ന് അശാക്ക് ബാങ്ക് കൊടുത്തു. നമ്മളൊക്കെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീല വദ്ദറജത്തുർ റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅതുഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന് ദിക്ർ ചൊല്ലി. അപ്പൊ ഒരാൾ മുജാഹിദ് ആവാൻ കാരണം ദാത്രേ ഈ വർസുഖ്നാ ശഫാഅതുഹു എന്ന് എവിടെല്ല, മിൻഹാജിലില്ല, അദ്കാറിലില്ലാന്നോ ഏതൊക്കെ കിതാബിലില്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ ബാങ്കിന് ശേഷമുള്ള ഈ ദിക്ർ പല ബാങ്കിന് ശേഷമുള്ള ഈ ദിക്റൊക്കെ പല റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലതിൽ വർസുഖ്നാ ശഫാഅത്തുഹു എന്നുള്ള ആശയം കുറിക്കുന്ന വാക്കുകൾ ഉണ്ട്, ചിലതിലില്ല. അപ്പോ ചില കിതാബുകളിൽ അത് ഇല്ലാതെ കൊടുത്തിട്ടുണ്ടാവും, ചില കിതാബിൽ അത് ഉണ്ടായിട്ടും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ റാഫി ഇമാമിന്റെ ഷറഹുൽ കബീർ പരിശോധിച്ചു നോക്കൂ, മുഹമ്മദ് ബാഫറിന്റെ നൂറുൽ അബ്സാർ പരിശോധിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെ വർസുഖ്നാ ശഫാഅത്തുഹു വദ്ദറജത്തുർ റഫീഅ ഇതൊക്കെ ഈമാൻ കാര്യമല്ല കേട്ടോ. ഇത് ചെറിയൊരു ദിക്റിനെ പറ്റിയുള്ള ചർച്ച. ഇത് മുജാഹിദ് സുന്നിയാണ് തമ്മിലുള്ള തർക്കമൊന്നുമല്ല. ഇവരെ വിചാരം ഇതുകൊണ്ടാ അപ്പൊ മുജാഹിദ് ആണ്ടത്.
എന്തിനാ കൂട്ടര് അതിന്റെ പേരിൽ മുജാഹിദ് നിങ്ങൾക്കാണ് തുറന്ന് പറഞ്ഞൂടെ ഞങ്ങൾക്ക് ഇത്ര 10,000 രൂപ ഇത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതാണ് തുറന്ന് പറഞ്ഞാൽ പോലെ, പോകണ്ട, ഞങ്ങൾ പറയണ്ട. പിന്നെ മറ്റൊരു ഹദീസില് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത മുഅ്ജമുൽ ഔസത്തിൽ കാണാം, വജ്അൽനാ ഫീ ശഫാഅതിഹി യൗമൽ ഖിയാമ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വജ്അൽനാ ഫീ ശഫാഅതിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ. അതല്ലേ വർസുഖനാ ശഫാഅത്തുഹു. ഇവിടെ ശാഫിഈ മദ്ഹബിന്റെ നിയമം എന്താണ്? ഒരു ദിക്റിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ, ആ ദിക്ർ വ്യത്യസ്ത പദങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരികയും ആ പദങ്ങളോട് യോജിപ്പുള്ള ദുആകൾ ചില പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പദങ്ങൾക്കനുസൃതമായ വാക്കുകൾ പ്രസ്തുത ദിക്റിന്റെ കൂടെ ചൊല്ലാം. ശാഫിഈ മദ്ഹബിന്റെ ഖായിദണ്ട്. ഓരോ മദ്ഹബിനും ഓരോ ഉസൂൽ ഉണ്ടാവും. ആ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ ശാഫി മദ്ഹബിന്റെ ഖായിദയിൽ പറയുന്നത് എന്താ? ഒരു ഹദീസിന്റെ വ്യത്യസ്ത പരമ്പരകളിൽ വ്യത്യസ്ത പദങ്ങൾ റസൂലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരികയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരികയും അതിനോട് യോജിച്ച ദുആകൾ ആ ദിക്റുകളുടെ കൂട്ടത്തിൽ പരമ്പരാഗതമായി നമ്മുടെ ഉലമാക്കൾ ചൊല്ലി വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അമല് ചെയ്യാം. അത് ശാഫി മദ്ഹബിന്റെ ഒരു ഉസൂല. എവിടെ ഇബാറത്തുള്ളത് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഇവിടെ ഈ സദസ്സിന് അത് അവതരിപ്പിക്കണില്ല. ചോദിച്ച അറിയാനും താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇവിടെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിൽ വസീല വൽ ഫദീല വദ്ദറജത്തുർ റഫീഅ വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത വർസുഖനാ ശഫാഅത്തു, ഇതൊക്കെ അതിലേക്ക് സമാനമായ പദങ്ങൾ ചില ഹദീസുകളിലുണ്ട്. വെറുതെ ഇല്ലാത്തൊരു ദീനിൽ കടത്തിക്കൂട്ടിയതല്ല. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ഒരാൾ മുജാഹിദാവളം പറഞ്ഞ കാരണം എന്താ പറയുക? ഫതുഹുൽ മുഈനിലുണ്ട്, ഈ വലിയന്റെ ഖബറുകളെ വസ്ത്രം കൊണ്ട് അലങ്കരിക്കൽ കറാഹത്താണ്. സുന്നിയാളിപ്പോ വലിയന്റെ ഖബറുകൾ വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കണില്ലേ? ഫതുഹുൽ മുഈനിലുണ്ടായി ഭാരത്. അതുകൊണ്ട് അത്ര അയാൾ മുജാഹിദ്. അതിപ്പോ ഒരു മുജാഹിദും സുന്നിയും തമ്മിൽ തർക്കിക്കുന്ന വിഷയം. അതാണോ മുജാഹിദുകളുടെ പ്രശ്നം? അവര് തൗഹീദിന് പയച്ച ആൾക്കാരല്ലേ, പ്രമാണങ്ങളെ വികലമാക്കിയ ആളുകളല്ലേ. നിങ്ങൾ നോക്കൂ, എന്താ ഫതുഹുൽ മുഈനിലും മറ്റു ഫിഖഹിന്റെ കിതാബിലും പറയുന്നത് എന്താ അറിയോ? വലിയന്റെ ഖബർ ഒരു ഉദാഹരണമായി പറഞ്ഞത്. നമ്മളെ വീടുകള്, നമ്മളെ പള്ളികള്, അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ പീഠികകള്, ഇതൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നത് പട്ടുവസ്ത്രമാണെങ്കിൽ ഹറാമ്, അല്ലാത്ത സിൽക്ക് വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ കമനീയമാക്കുന്നത് കറാഹത്ത്. അതിന് വലിയന്റെ ഒക്കെ പറയും പെട്ടു. അതിനർത്ഥം എന്താ? നമ്മളെ വീടുകളൊക്കെ ഇങ്ങനെ വലിയ കർട്ടനൊക്കെ വെച്ച് കാണുക ചെയ്യൽ അത് കറാഹത്താണ് എന്ന ഷാഫി മദ്ഹബിന്റെ മസല. അങ്ങനെ അതേ സമയത്ത് ഹനഫി മദ്ഹബിന്റെ മസല എന്താ? ഹനഫി മദ്ഹബിന്റെ മസല അത് കറാഹത്തില്ല. അത് മദ്ഹബുകൾ തമ്മിലുള്ള വ്യാഖ്യാനത്തിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോ ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യുന്നവരാ. അവർ ആ ഹനഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്തോട്ടെ. മദ്ഹബുകൾക്കിടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങൾ എന്തിനാ മറുകണ്ഠം ചാടുന്നത്? നിങ്ങൾ മദ്ഹബ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അതൊന്നും പറയും. അംഗീകരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും. അംഗീകരിക്കണില്ലെങ്കിൽ പിന്നെ മദ്ഹബുകളുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ചു കാണ്ട് മുജാഹിദാകാൻ നിൽക്കണ്ട. ഞാൻ കാര്യമായി തന്നെ പറഞ്ഞുതരാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫതുഹുൽ മുഈൻ പരിശോധിക്കാം, അഭിഷേകമായി വന്നിട്ടുള്ള സർവ്വ ഇബാറത്തുകളും പരിശോധിക്കാം. ഇനി വേറൊരാള് മുജാഹിദായത്, അതും കൂടി പറയട്ടെ, എന്റെ സമയം തീർന്നിരിക്കുകയാണ്. ഇവിടെ ചോദ്യോത്തരത്തിനുള്ള വേള ഉണ്ടാക്കാം. വേറൊരാള് മുജാഹിദായത് എന്താ? നൂറുൽ അബ്സാർ. ഈ ഇരിക്കുന്ന പഴയ കാരണവന്മാരൊക്കെ ഓതിയിട്ടുണ്ടാവും ഒരു പക്ഷേ. മുത്തഫരിദ് മുതൽക്ക് നൂറുൽ അബ്സാർ പത്തിതാബ് ഓതാത്ത കാരണവന്മാർ കുറവാണല്ലോ നമ്മളെ പഴയ തലമുറയിൽ. ഇപ്പൊ എന്റെയൊക്കെ തലമുറയിലാണ് ഇപ്പൊ അതൊന്നും പരിചയമില്ലാത്തതായത്. കാരണം ഞങ്ങളൊക്കെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസവും മറ്റുള്ള ലൗകിക വിദ്യാഭ്യാസങ്ങള് പ്രചാരപ്പെട്ടു വന്നപ്പോ മതകീയ വിദ്യാഭ്യാസത്തിന് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്താവട്ടെ, നൂറുൽ അബ്സാറിലുണ്ട് ഈ മരിച്ച വീട്ടില് ഭക്ഷണം വിളമ്പി കൊടുക്കൽ ബിദ്അത്താണ്. ബിദ്അത്താണ്, കറാഹത്താണ്, അനഭിലഷണീയമാണ്. ഹറാമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, പക്ഷെ കറാഹത്താണ് എന്ന് നൂറുൽ അബ്സാറിലുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാൻ മുജാഹിദായത്. എന്താണ് ആ പറയുന്നത്? ആ പറഞ്ഞത് ശരിയാണ്. മരിച്ച വീട്ടില് മയ്യത്തിനൊക്കെ മറമാടിയതിനു ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുക. അതാണ് ഫിഖ്ഹിന്റെ കിതാബിൽ അതാ ചർച്ച.
അത് ചില മറ്റു മതവിഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ദുഃഖം, ഘനീഭവിച്ച ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കുക. ഒരു സൽക്കാരം, നമ്മൾ വിവാഹമൊക്കെ കഴിച്ചാൽ പുതിയാപ്പളിനെ സൽക്കരിക്കുമല്ലോ, എന്ന മാതിരി ഒരു സൽക്കാര പരിപാടി, അത് കറാഹത്താണ്. അതേ സമയത്ത് മയ്യത്തിലേക്ക് കൂലി കിട്ടാൻ വേണ്ടി, മയ്യത്തിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ വേണ്ടി, മയ്യത്തിന്റെ പേരിൽ മൗലിദ് പാരായണം നടത്തി അതിന്റെ സവാബ് ഹദിയ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും, മയ്യത്തിനക്ക് സദഖ എന്ന ഉദ്ദേശത്തിൽ മയ്യത്തിനക്ക് കൂലി കിട്ടാൻ വേണ്ടി വന്നുകൂടിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പരിപാടി, അതിനെ സംബന്ധിച്ച മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ, മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യുക എന്നുള്ള പരിപാടി ഇമാം നബവി തങ്ങൾ തന്റെ ശറഹുൽ മുഹദ്ദബിൽ പറയുന്നു, കിതാബിൽ ജനായിസിന്റെ ഒടുവിൽ പറയുന്നു, മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിരിക്കുന്നു മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യൽ പുണ്യകർമ്മമാണ്. ഇജ്മാ ആണ്. പിന്നെ നൂറുൽ അബ്സാലി പറഞ്ഞ കാര്യം എന്താ? അതുണ്ടല്ലോ, മരിച്ച വീട്ടിൽ ആ ദുഃഖം ഘനീഭവിക്കുന്ന ദുഃഖത്തെ ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ എല്ലാരും കൂടി കൂടിയിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് പിരിയാം. ആ തീറ്റപ്പണി അതാ നമ്മൾ ചെയ്യണത്. നമ്മൾ അതാണോ ചെയ്യണത്? ആ മയ്യത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടി, ആ മയ്യത്തിന് പ്രധാനമായി ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസങ്ങളിൽ ആ മയ്യത്തിനക്ക് ഗുണം ലഭിക്കുവാൻ വേണ്ടി മയ്യത്തിനു വേണ്ടി സദഖ ചെയ്യൽ, മയ്യത്തിനു വേണ്ടി ദുആർക്കൽ, മയ്യത്തിനു വേണ്ടി ഉപകാരം ചെയ്യൽ, അതിനു വേണ്ടി ചെയ്യുന്ന അന്നദാനം അത് തെറ്റല്ല കൂട്ടരെ. അതിനെ സംബന്ധിച്ചല്ല ഫിഖഹിന്റെ കിതാബുകൾ ചർച്ച ചെയ്യുന്നത്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലുള്ള അവസാനത്തെ വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാം ജുസ്, തുഹ്ഫയുടെ 3-ാം വാള്യം അക്കാര്യം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ് മുജാഹിദാവാൻ കാരണം പറഞ്ഞത്? അങ്ങനെ എന്തൊക്കെ ചെറിയ 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 ചില വിഷയങ്ങൾ, ആ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ മുജാഹിദാകാൻ പുറപ്പെടുകയാണെങ്കിൽ സർവ്വ ആൾക്കാരും മുജാഹിദാകേണ്ടി. അപ്പൊ എന്തായി പറയുന്നത്? കിതാബിലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഷാഫിഈ മദ്ഹബ് എന്താണ്? ഫുഖഹാഇന്റെ ഇബാറത്തിന്റെ രീതി എന്താണ്? അതിൽ പറഞ്ഞ താല്പര്യം എന്താണ്? ഇതൊന്നും ശരിയായ ഉസ്താദുമാരിൽ നിന്ന് ഓതിപ്പടിക്കാതെ എന്തെങ്കിലും മണ്ടത്തരം പറയാൻ പറ്റുമോ? അങ്ങനെ മുജാഹിദാകാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ അഖീദ അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഒന്നേയുള്ളൂ. ഇവിടെ പിൽക്കാലത്ത് കയറി വന്ന ലോകാടിസ്ഥാനത്തിൽ വഹാബിസം എന്ന് വിളിക്കപ്പെടുന്ന, കേരളീയ അടിസ്ഥാനത്തിൽ ഇന്ന് മുജാഹിദുകൾ എന്ന് പറയപ്പെടുന്ന, ജമാഅത്തെ ഇസ്ലാമിക്കാരെന്നും മൗദൂദികളെന്നും ഒക്കെ പറയപ്പെടുന്ന ആളുകൾ, അവർ അഖീദയിൽ പഴച്ചുപോയവരാണ്, തൗഹീദിൽ പഴച്ചുപോയവരാണ്. അവരുടെ തൗഹീദ് പിഴച്ച തൗഹീദാണ്, ബിദ്അത്തിന്റെ തൗഹീദാണ്, ഖുർആനിന് വിരുദ്ധമായ തൗഹീദാണ്, ഹദീസിന് വിരുദ്ധമായ തൗഹീദാണ്, ഇജ്മാഇന് വിരുദ്ധമായ തൗഹീദാണ്, ഖിയാസിന് വിരുദ്ധമായ തൗഹീദാണ്. അമ്പിയാക്കൾ പഠിപ്പിച്ച വഹയിന്റെ തൗഹീദല്ല, അത് ബിദ്അത്തിന്റെ തൗഹീദാണ്. വിശ്വാസ കാര്യങ്ങളിലുള്ള വ്യതിചലനം, ആ ബിദ്അത്ത് വെച്ച് പുലർത്തിയാലുള്ള ഗൗരവം എന്റെ സഹോദരന്മാരെ ആലോചിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ, ആരെങ്കിലും ഒരു ബിദ്അത്തിന്റെ സാഹിബിനെ, ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല. എന്തുകൊണ്ട്? ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ പുത്തനാശയവും വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. തൗഹീദിലെ ബിദ്അത്ത് വെച്ച് പുലർത്തുന്ന വഹാബിസത്തിന്റെ വാദം നരകത്തിലേക്കാണ്. നരകത്തിലേക്കാണ് പറഞ്ഞാൽ ബിദ്അത്ത് നരകത്തിലേക്കാണെന്നാ. യഥാർത്ഥ പാർട്ടി അമ്പിയാക്കൾ പഠിപ്പിച്ചെന്ന തൗഹീദിന്റെ ആൾക്കാർ, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ തൗഹീദ്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നയം എല്ലാവരും സ്വർഗത്ത് കിടക്കണം എന്നാണ്. ഇവിടുത്തെ മുജാഹിദുകളും സ്വർഗത്ത് കിടക്കണം, ജമാഅത്തേരും തബ്ലീഗേരും എല്ലാവരും സ്വർഗത്ത് കിടക്കണം. നമ്മൾ മാത്രം സ്വർഗത്ത് പോയാൽ മതിയോ? എല്ലാവരും സ്വർഗത്ത് പോകണം. പക്ഷെ ഒരു നിബന്ധന, അഖീദ ശരിയാക്കണം. അഖീദണ് ശരിയാക്കണം. ഒരാളിപ്പോ ജീവിതമാസകലം കള്ളുടിച്ചു, പക്ഷെ അവന്റെ അഖീദ നല്ല ക്ലിയർ ആയിരുന്നു. എന്നാ അതിനെപ്പറ്റി എന്താ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ താല്പര്യം എന്താ? മൻ ശാഅ ഗഫറ ലഹു വമൻ ശാഅ അദ്ദബാന. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ കള്ളുടിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കും,
ഇല്ലെങ്കിൽ സ്വർഗം കൊടുക്കും, നരകത്തിലിടാതെ സ്വർഗം കൊടുക്കും. അപ്പോ അഖീദ പയക്കാൻ പാടില്ല. അഖീദ പയച്ചാലോ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാ. ഞാന് ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ താല്പര്യം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, കളം മാറിപ്പോയ സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാലിസായ അഖീദയിലേക്ക്, ഇസ്ലാമിക സമൂഹത്തിന്റെ പരമ്പരാഗതമായ നിലപാടുകളിലേക്ക്, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന നയത്തിലേക്ക്, സ്വഹാബത്തിനെ പിൻപറ്റുന്ന നിലപാടിലേക്ക്, പ്രമാണങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നിലപാടിലേക്ക് നാം തിരിച്ചു വരിക. ഞാൻ പ്രസംഗിച്ച ആശയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ആർക്കു വേണ്ടി വന്ന് ചോദിക്കാം. സദസ്യരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തന്നെ നിങ്ങൾ ചോദ്യകർത്താക്കളെ നിരുത്സാഹപ്പെടുത്തരുത്. ചോദ്യകർത്താക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനം സദസ്യരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, അവരുടെ ശരീരത്തിന് ഒരു പോർലേറ്റ എന്റെ ജീവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അത്രയും ഗൗരവത്തോടു കൂടി, അത്രയും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ മാനിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ അവരെ അവഹേളിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന ശബ്ദകോലാഹലങ്ങളോ മറ്റോ നിരൂപണങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ചോദിക്കാം, നമുക്ക് മറുപടി പറയാം. പിന്നെ ചോദ്യകർത്താക്കൾ അവർ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ആ വിഷയം അവര് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്. ഒരു ചോദ്യം ചോദിക്കുക, അതിനൊരു മറുപടി അറിയുമ്പോൾ പിന്നെ അടുത്തേക്കാൾ ചാടുക, പിന്നെ അപ്പുറത്തേക്കാൾ ചാടുക, പിന്നെ പാലത്തിന്റെ അപ്പുറം, പിന്നെ പാലത്തിന്റെ ഇപ്പുറം. അത് നടക്കൂല. മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിലുള്ള വസ്തുതകൾ ഗ്രഹിച്ച് ക്ലിയർ ആയതിനു ശേഷമാണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്. ആ രൂപത്തിലുള്ള ഒരു ചോദ്യോത്തര വേളയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഇസ്ലാമിനെ പറ്റി പഠിക്കാനും അത് ചോദിച്ചു പഠിക്കാനും അതിന് വ്യക്തമായ പ്രമാണബദ്ധമായ മറുപടികൾ പറയാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ചോദ്യകർത്താക്കളെ സാദരം ക്ഷണിക്കുന്നു. ഇവിടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് തവസ്സുൽ, ഇസ്തിഗാസ, ദുആ, ഈ കാര്യങ്ങളെല്ലാം മരണപ്പെട്ടു പോയ മഹാന്മാരോട് ചോദിക്കാം. അതിൽ യാതൊരു തെറ്റില്ല, സുന്നത്താണ്, സ്വാലിഹായ അമലാണ് എന്നൊക്കെയാണ് വളരെ കൃത്യമായി വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടുപോയ മഹാന്മാരോട് അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിക്കാൻ പറ്റുമോ? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അത് അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുവാൻ പറ്റുമോ? മഹാന്മാരാവട്ടെ, മഹാന്മാരല്ല ആരാവട്ടെ, മരണപ്പെട്ടു പോയ മഹാന്മാരോടോ മറ്റുള്ളവരോടോ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. മരണപ്പെട്ടവ മഹാന്മാരാവട്ടെ, അല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാരാവട്ടെ, ആരാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ഒരൊറ്റ ചോദ്യവും പടപ്പുകളോട് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു ഇലാഹാണ് എന്ന വിധത്തിലാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ചോദ്യം അതൊരു ചോദ്യം ചോദിക്കലല്ല, ചോദ്യം ചെയ്യലല്ല, മറിച്ച് അത് ഇബാദത്തിന്റെ ഭാഗമായ ദുആ എന്ന് സാങ്കേതികമായി പറയപ്പെടുന്ന അതിന്റെ ഭാഗമായുള്ള ചോദ്യമാണ്. സ്വർഗം തരണേ, സന്താനങ്ങൾ തരണേ, ഭക്ഷണം തരണേ, പൈസ തരണേ, കടം വീട്ടണേ, രോഗം മാറ്റണേ. ഇതൊക്കെ നമ്മൾ ആ പദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അള്ളാഹു എന്റെ ഇലാഹാണ് എന്ന ഒരു വിശ്വാസവും വിചാരപ്പെടലും അത് വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് അള്ളാഹുവിനോട് ഉള്ള ചോദ്യത്തിന്റെ സവിശേഷത. ആ സവിശേഷത അടങ്ങുന്ന ഒരു ചോദ്യമാണ് അള്ളാഹുവിനോടുള്ള ചോദ്യം എന്ന് പറയുക.
ആ രൂപത്തിലൂടെയുള്ള ഒരൊറ്റ ചോദ്യവും അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല. അത് മൺമറഞ്ഞ മഹത്തുക്കളാവട്ടെ, മൺമറയാത്ത മഹത്തുക്കളാവട്ടെ, മൺമറഞ്ഞ സാധാരണക്കാരാവട്ടെ, മൺമറയാത്ത സാധാരണക്കാരാവട്ടെ, ഇലാഹാണെന്നുള്ള വിശ്വാസവും സങ്കല്പവും വെച്ചു പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല. ഒരു മഹാത്മാവ് അദ്ദേഹം ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവെന്നോ കറാമത്ത് മുഅ്ജിസത്ത് കൊടുത്ത കഴിവുണ്ടല്ലോ, കൊടുത്ത കഴിവെന്നായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് യാ ശൈഖ് ശംസുൽ ഉലമ അജിർനാ മിനന്നാർ, ശംസുൽ ഉലമ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇലാഹാണെന്ന് വിശ്വാസം എനിക്കില്ല, ആർക്കും ഇല്ല എന്ന് കൂട്ടിക്കും. ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ ഇങ്ങനെ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ യാ ശൈഖ് ശംസുൽ ഉലമ റബ്ബന ആതിന, യാ ശൈഖ് ശംസുൽ ഉലമ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ഇതുപോലെ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ചോദിക്കാം. അത് അനുവദനീയമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യ ശക്തികളോട്, വസ്തുക്കളോട്, വ്യക്തികളോട് ചോദിക്കുന്നത് അവ ഇലാഹാണ്, ദൈവമാണ് എന്നുള്ള ഒരു സങ്കല്പം വെച്ചിട്ടാണ്. അതേ സമയത്ത് സൃഷ്ടികൾ, അല്ലെങ്കിൽ ഇലാഹുമാരല്ലാത്ത റസൂൽ എന്നോ അല്ലെങ്കിൽ ശംസുൽ ഉലമ എന്നോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി സാധാരണക്കാരെന്നോ നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുള്ള ഒരു വ്യക്തിയോട് അജിർനീ മിനന്നാർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മൺമറഞ്ഞ മഹാത്മാക്കളൊക്കെ അവിടെ നിൽക്കട്ടെ, ശംസുൽ ഉലമ അവിടെ നിൽക്കട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു യാ ഫുലാൻ, അറബിയില്. മലയാളത്തിലാക്കാൻ എന്തിനാ അറബി എടുത്തത്? മലയാളത്തില്, സുഹൃത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതേ സമയത്ത് വേറെ നിലക്കൊരു പക്ഷേ തെറ്റുകൾ വരാം. ഇന്നാലിന്നെ എന്റെ ശത്രുക്കളെ നീ കൊല്ലണേന്ന് അള്ളഹാനോട് ചോദിക്കാം. അതേ സമയത്ത് ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളിപ്പോ പോയിക്കാണ് എന്റെ ആ ശത്രുവിനെ പോയി കൊന്നാണി, ഒന്ന് കൊല്ലോ. അങ്ങനെ അത് ചില ബാഹ്യമായ ചില കാരണങ്ങളെ കൊണ്ട്, അഥവാ അങ്ങനെ ഒരാൾക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ അനധികൃതമായിട്ട് ഒരാളെ പോയി കൊല്ലാൻ പറ്റൂല. അള്ളാഹുവിനോട് നമുക്ക് ദ്വാരക്കാം, പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റൂല. അപ്പൊ ഈ രൂപത്തിൽ ബാഹ്യമായ ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറ്റൂല എന്ന് വന്നേക്കാം. പക്ഷെ അത് ആ ബാഹ്യമായ കാരണങ്ങളൊന്നും ചിന്തിക്കാതെ നിരുപാധികം നമ്മൾ പറയുമ്പോ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയോട് ആ വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ അയാളോട് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശംസുൽ ഉലമയോടോ അല്ലെങ്കിൽ മറ്റു മഹാന്മാരോടോ ഔലിയാക്കന്മാർ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടോ ഇവരോട് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ആ അദാബ് ജഹന്നമിൽ നിന്ന് കാത്തു രക്ഷിക്കണേ, ഇങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള മതവിശ്വാസികളുടെ വിശ്വാസം ഞാൻ എന്റെ ഇതിൽ ചോദിക്കുന്നു. ഞാൻ ഇലാഹാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊടുത്ത കഴിവായിക്കോട്ടെ, ആ കൊടുത്ത കഴിവിൽ നിന്നോ അതെ ഇല്ല ഒരു കഴിവില്ല, ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഞാൻ ഒരു മഹാനോട് എന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ഈ രീതിയിൽ ഈ അദാബ് ജഹന്നമിൽ കാത്തു രക്ഷിക്കണേ, ഇങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്താണ് അതിനുള്ള തെളിവ്? അതായത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ട് താങ്കൾ ആദ്യമായി തുടങ്ങിയ ഒരു കാര്യമുണ്ട്. അതിന് ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു കേവലം ഒരു വ്യക്തിയല്ല, ഒരു റസൂലല്ല, ഒരു നബിയല്ല, ഒരു വലിയല്ല, ഒരു ഷഹീദല്ല, ഒരു സാലിഹല്ല, ഒരു ഇൻസാനല്ല, ഒരു ഹയവാനല്ല, മറിച്ച് ആരാണ്? ആരാ? അള്ളാഹ് ആരാ? ഇലാഹും റബ്ബുമാണ്. ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ചോദ്യം അത് ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റൂല. അത് നിങ്ങൾ സംബന്ധിച്ച് അത് ഓക്കെ അല്ലേ? ഇനി ഈ ആളുകൾ അഥവാ യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ ഈ ഒരു നിലവാരത്തിലല്ല ചോദിക്കുന്നത് എന്നും നിങ്ങൾ സമ്മതിച്ചില്ലേ? ഓക്കെ, അതും സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ പോരാ, അത് ആദ്യം അത് ശരിയാക്കണം. അഥവാ തെറ്റില്ല എന്നല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ഇലാഹെന്നുള്ള പരിവേഷത്തിൽ അടങ്ങിയതാണെന്നും
മുസ്ലിമീങ്ങളായ നാം ഇവിടെ സാധാരണക്കാരോടോ മൺമറഞ്ഞവരോടോ മൺമറയാത്തവരോടോ പ്രത്യക്ഷരോടോ പരോക്ഷരോടോ ഒക്കെ ചോദിക്കുന്ന ചോദ്യം ആ ഒരു ഉദ്ദേശത്തിലല്ല. ഇതൊന്നും സംഭവിച്ചില്ല. എന്നാ അത് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ അതിന്റെ വക്താവാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ മുസ്ലിമീങ്ങൾ ചോദിക്കുന്നത്. റസൂലിനോട് ഇസ്തസ്കി ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചതും യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്ന് കണ്ണുപൊട്ടനായ ആള് വിളിച്ചതും, അതേപോലെ തന്നെ ഇമാം നവവി അടക്കമുള്ള ലോകത്തെ മുഴുവൻ മദ്ഹബിന്റെ ഇമാമുമാരും റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും അവരൊന്നും ഇലാഹാണെന്നുള്ള പരിവേഷത്തിലല്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയാണ് ഇവിടെ പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമീങ്ങളുടെ സ്വഭാവം അതാണ്. അതെന്താ നിങ്ങൾക്ക് സമ്മതിക്കാനൊരു മടി? അത് സമ്മതിക്കാൻ പ്രയാസമുണ്ടോ? നിങ്ങളുടെ പാരമ്പര്യമല്ല, ഞാൻ നിങ്ങളുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു ഇസ്തസ്കിലി ഉമ്മത്തി, ഞാൻ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇസ്തസ്കിലി ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച ആ മനുഷ്യന്റെ സംഭവം മുതൽക്ക് യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച ആ കണ്ണുപൊട്ടനായ സ്വഹാബിയുടെ സംഭവം മുതൽക്ക് 4 മദ്ഹബിന്റെ ഇമാമുമാരും ഒന്നടങ്കം രേഖപ്പെടുത്തിയ റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയിട്ട് യാ റസൂലല്ലാഹ് ഇന്നി ജിഇതു ഇലൈക മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബി മുസ്തഗ്ഫിറൻ ഇലല്ലാഹി വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് തുടങ്ങുന്ന റസൂലിനെ നേരിട്ട് അഭിസംബോധനം ചെയ്യുന്ന ആവലാതിപ്പെടൽ, ഇതൊന്നും അള്ളാഹിനോട് ചോദിക്കുന്ന രീതിയിലല്ല. ആണ് നിങ്ങൾക്ക് വാദമുണ്ടോ? അല്ല. അല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ബാഹ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള കാരണങ്ങളൊന്നുമില്ലെങ്കിൽ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് ബന്ധമുള്ള ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകളോട് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. പോരെ, വളരെ കൃത്യമായി ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നത്, എന്റെ പാപങ്ങൾ പൊറുക്കണേ, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഇലാഹെന്ന വിശ്വാസം വേണ്ട. ഞാൻ പറഞ്ഞു ഇലാഹാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, നമ്മളാരും വിശ്വസിക്കുന്ന സങ്കല്പിക്കുക. എന്നിട്ട് എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, എന്റെ പാവങ്ങൾ പൊറുക്കണേ എന്ന് ഒരു മഹാത്മാവിനോട് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, യാ ശൈഖ് ശംസുൽ ഉലമാ എന്നെ അജിർനാ മിനന്നാർ, അതുപോലെ എന്റെ പാവങ്ങൾ പൊറുക്കണേ, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണോ നിങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്? ഒന്നുകൂടി അത് വ്യക്തമായി പറഞ്ഞു തരണം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണെന്ന് വളരെ കൃത്യമായി പറയണം. ഇതാണ് പറയാനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ 2 തരാണ്. ഒന്ന് വിശ്വാസം, 2 പ്രവർത്തനം. ഈ ചെയ്യുന്നത് അമലാണ് സുഹൃത്തെ, അത് വിശ്വാസമല്ല. അഖീദ എന്ന് പറയുന്നത് മനസ്സിൽ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ കാര്യങ്ങൾ? അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലായികത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അങ്ങനെ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതല്ലേ. ഇതാണ് അഖീദ. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും മൺമറഞ്ഞ മഹാത്മാക്കളോട് അവരോട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അവരോട് ആവലാതിപ്പെടുന്നത് ഒരു വിശ്വാസപരമായ കാര്യമല്ല സുഹൃത്തെ, അത് അഖീദല്ല, മറിച്ച് അമലാണ്. അഖീദയല്ല, അമലാണ്. ഈ അമല് അത് ശരിയാണോ അല്ലേ, അത് തെറ്റാണോ തെറ്റല്ലേ, ഇതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ഇത് വളരെ വലിയൊരു വിശ്വാസ കാര്യമാണ്, ഉത്തരവാദിത്തത്തോടു കൂടി പറയണം, വലിയൊരു സദസ്സാന്നൊക്കെയാണ്. അതിന് നിങ്ങൾക്ക് അമളി പറ്റി. അത് വിശ്വാസമല്ല, മറിച്ച് നാവ് കൊണ്ട് ചെയ്യുന്ന വാചികമായ ഒരു കർമ്മമാണ്. ഈ കർമ്മത്തിന്റെ വിധി എന്താണ്? ഇമാം നവവി തങ്ങൾ പറയുന്നു അത് നല്ലതാണ്. അത് റസൂലുള്ളാഹിന്റെ സവിധത്തിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ അങ്ങനെ പറയല് നല്ലതാണ്. പക്ഷെ ഇലാഹാണെന്ന വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തരുത്. അതാ വിശ്വാസം നേരത്തെ ഉള്ള ആൾ അപ്പത്തന്നെ ഔട്ടായില്ലേ, ഓനെ അപ്പത്തന്നെ മുശ്രിക്കായില്ലേ. ഇനി ഓൻ ചെന്ന് പറഞ്ഞോളന്നില്ല, ഒമ്പടെ കുടി കുത്തിരുന്നാ മതി. ഒരാളുടെ മനസ്സിൽ റസൂൽ ഇലാഹാന്ന വിശ്വാസം, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിങ്ങൾ ഇലാഹാന്ന വിശ്വാസം, എന്നാ നിങ്ങളോട് ചോദിച്ചോളുന്നില്ല. എന്റെ തൊള്ള ഇങ്ങനെ അടങ്ങി ഒരു 40 ഞാനെന്ന് വിചാരിച്ചോളി, എനിക്ക് സംസാരശേഷി ഇല്ലാത്ത ആളാന്ന് വിചാരിച്ചോളി. ആ വിശ്വാസം മനസ്സിലുണ്ടാവലോട് കൂടി ഈ വിശ്വസിച്ചവൻ ഇസ്ലാമെന്ന് ഔട്ടായി. അതേ സമയത്ത് അള്ളാഹുവാണ് ഇലാഹ്, പ്രവാചകൻ റസൂലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, നിങ്ങളൊരു ചോദ്യകർത്താവ് മാത്രമാണ്, മനുഷ്യനാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളോട് എന്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അത് അമലു സ്വാലിഹിൽ 5 വിദ്യ ഉണ്ടാകുക. ഒന്നിരിക്കൽ വാജിബ്, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ കറാഹത്ത്, അല്ലെങ്കിൽ ഹറാമ്, അല്ലെങ്കിൽ മുബാഹ്.
ഇതിൽ ഹറാമും അല്ല കറാഹത്തും അല്ല. പിന്നെന്താണത്? അത് തവസ്സുലിന്റെ രൂപത്തിലാവുമ്പോൾ സുന്നത്താണ്, അല്ലാത്ത രൂപത്തിലാവുമ്പോൾ മുബാഹമാണ്. ഈ രൂപത്തിലാണ് മഹാന്മാർ അതിനെ പഠിപ്പിക്കുന്നത്. ഏതായാലും നിങ്ങൾ പറഞ്ഞത് നേരത്തെ വിശദീകരിച്ചത് ശിർക്കാരോപിക്കുന്നു, ശിർക്കാരോപണമാണ്, മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്കാരോപിച്ചവരെ കാഫിറുകളായി. അപ്പൊ ഈ വലിയൊരു സദസ്സ് ഇവിടെ കേൾക്കുന്നുണ്ട്. ആ സദസ്സ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഒരു ആരോപണമല്ല. സത്യത്തിൽ നിങ്ങളെ വിശ്വാസം നാവ് കൊണ്ട് പറയാം, ഇതെല്ലാം മനസ്സിൽ നിന്ന് വരുന്നതാ. ഈ പ്രാർത്ഥനകളാണെന്നുള്ളത് അത് മനസ്സിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പൊ അത് വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുന്ന സംഗതിയൊന്നുമല്ല. അപ്പൊ ഈ സദസ്സ് അത് കേൾക്കുന്നുണ്ട്. നിങ്ങളെ വിശ്വാസം ഇത് വെറും ശിർക്കാരോപണമാണോ അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തമായ ഒരു ആരോപണമാണോ എന്ന് വളരെ കൃത്യമായി സദസ്സ് കേൾക്കുന്നുണ്ടോ അല്ലെന്നൊന്നും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കേണ്ട. അതൊക്കെ അല്ലേ തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ചോദിക്കും. വിശദീകരിക്കാനോ വയന്ന് പറയാനോ അല്ല മൈക്കാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? മൺമറഞ്ഞവരെന്നുള്ള വ്യത്യാസം നിങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാത്മാക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ ആരാവട്ടെ ഞാൻ പറഞ്ഞു പറ്റൂല. കാരണം ഇലാഹാണെന്നുള്ള പരിവേഷത്തിലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ഇത് വലിയ വിശ്വാസപരമായ കാര്യമാണ്. ഈ പറഞ്ഞ സാധാരണക്കാരോട് ചോദിക്കലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളെ ചോദ്യം മറക്കാൻ പാടില്ല. മൺമറഞ്ഞവരെന്നോ ശംസുലുലമയെന്നോ ആരാവട്ടെ ഈ ഇരിക്കുന്ന ആളുകളാവട്ടെ ഇവരോട് ചോദിക്കൽ, ഈ ചോദിക്കാന്നുള്ളത് ഇത് എങ്ങനെ വിശ്വാസമാണത്? ഇത് വിശ്വാസ. ഇതിന് നിങ്ങൾ പ്രാർത്ഥന എന്ന് പേരിട്ടു. നിങ്ങൾ മലയാളത്തിൽ ആ പ്രാർത്ഥന എന്ന് പേരിട്ട പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശം എന്താ? സാധാരണ നമ്മൾ പറയുന്ന ദ്വാർക്ക എന്നുള്ള മൈനാക്കാണോ? ആ അർത്ഥത്തിനാണോ? ദ്വാർക്ക എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷിക്കുന്നതിന് ഇബാദത്തിന്റെ ദുആ എന്ന് പറയില്ല. അത് തെറ്റിദ്ധരിച്ചു പോയതാ. ഭാഷാപരമായ അതിന് ദുആ എന്ന് ഭാഷയിൽ പറഞ്ഞല്ലേ എന്നുള്ള അല്ല ചർച്ച. മലയാളത്തിൽ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ചക്കക്കുരു എന്ന് പേരിട്ടോല് ഇവിടെ കുഴപ്പമില്ല. മറിച്ച് ഇസ്ലാമിന്റെ സാങ്കേതികാശയത്തിൽ പറയുന്ന ദുആ എന്ന ആ വാക്കിനെ പറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറഞ്ഞുകാണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് നിങ്ങളെ കുഴപ്പമില്ല. നിങ്ങൾ വേറെ എവിടുന്നോ തെറ്റായി മനസ്സിലാക്കിയ ആ ആളുകളുടെ കുഴപ്പമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ചോദിക്കുക, അല്ലാതെ ആളുകളുടെ വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ആ വിഷയം ഞാൻ ക്ലിയർ ആയി. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വിശ്വാസം വളരെ എനിക്ക് വൃത്തിയായി. നിങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ ഗുരുതരമായ അപകടമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി എന്നാണ് ഞാൻ അറിയിച്ചത്. തക്ബീർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം. രണ്ടാമത് അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കാര്യം വളരെ ഗുരുതരമാണെന്ന് എനിക്ക് വ്യക്തമായി തൊള്ളോണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സുഹൃത്തുക്കൾ. ഈ ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഇവര് തക്ബീർ ചൊല്ലിയത് ഇവരൊക്കെ മണ്ടന്മാരാന്ന വിചാരം. നിങ്ങളെ വായില് പിന്നെ ചോറും ചാറും കഴിക്കണവർ തന്നെയാണ്. ഇവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ അഖീദ ഗുരുതരമാണെന്ന് ബോധ്യമായത്? അപ്പൊ നിങ്ങളെ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമായിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കണം, ഇനിയും പഠിക്കണം, ചിന്തിക്കണം, ഇനിയും ചിന്തിക്കണം, ചോദിക്കണം, ഇനിയും ചോദിക്കണം, എന്നിട്ട് സത്യം കണ്ടെത്തണം, ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഈ അള്ളാഹു അല്ലാത്ത ഇതൊരു വലിയ ഇമ്മിണി ചോദ്യം. നിങ്ങൾ പലയിടത്തും ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾക്കറിയാം ഈ ചോദ്യം. അള്ളാഹു അല്ലാത്തവരോട് എല്ലാം ചോദിക്കാൻ പറ്റുമോ? നമ്മളെ മറുപടി എങ്ങനെയുണ്ട്? അള്ളാഹ് അല്ലാത്തവർ അള്ളാഹിനെയും സൃഷ്ടികളിനെയും തുലനം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഞാൻ പറയുന്നത്, ഇത് കർമ്മല്ല പറയുന്നത്. അള്ളാഹുവിനെയും സൃഷ്ടികളെയും തുലനം ചെയ്യാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് എന്ന് പറഞ്ഞ സവിശേഷമായ ഒരു വിശേഷണം കൊണ്ട് സിദ്ധമായവനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം, സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ള ആ തുലനപ്പെടുത്തലുണ്ടല്ലോ, അത് ശരിയല്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹിനോട് ചോദിക്കുന്ന ആ പരുവത്തിലുള്ള ഒരൊറ്റ ചോദ്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. മറിച്ച് സൃഷ്ടിയാണ്, റസൂലെ ആയിട്ടുള്ളൂ, സാധാരണക്കാരനെ ആയിട്ടുള്ളൂ, മനുഷ്യനെ ആയിട്ടുള്ളൂ, മൃഗമേ ആയിട്ടുള്ളൂ, മലക്കേ ആയിട്ടുള്ളൂ. അവരൊന്നും ഇലാഹിന്റെ തസ്തികയിലേക്ക് ഉയർന്നവരല്ലെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടി അവരോട് ചോദിച്ചാൽ ആ ചോദ്യത്തെ നിരുപാധികൾ നമ്മൾ വിലയിരുത്തുമ്പോ അത് തെറ്റല്ല, അതിൽ ഹറാമില്ല, കറാഹത്തില്ല. ഇതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ദീനിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ദീൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നിരിക്കെ
നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നിരിക്കെ ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് റസൂലും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ മഹാത്മാക്കളോട് ചോദിക്കാം. അത് പറയുമ്പോൾ ഞാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂലല്ലോ. അത് സമ്മതിക്കാൻ എന്റെ മനസ്സിൽ അനുവദിക്കുന്നില്ല. പാവം പൊറുക്കുന്നവനും അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനും ഹിദായത്ത് നൽകുന്നവനും അള്ളാഹു മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യ രൂപത്തിലാക്കി നിങ്ങൾ പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, അതേപോലെ തന്നെ പാപം പൊറുക്കുന്നവൻ അള്ളാഹുവാണ്. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല. ഞാൻ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹു ഖുർആനിലുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസാഖു, അള്ളാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നവൻ. അപ്പൊ ഇനി നമ്മള് റേഷൻ പീടികയിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചാലോ? അള്ളാഹു ചിരിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ ആ ചിരിയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചതായ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം എന്ന് പറയുന്നത് അത് മനുഷ്യർ അള്ളാഹു നൽകിയതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, കഴിവാണ് എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് തരണേ എന്ന് നമ്മൾ പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താ? ഹിദായത്ത് സൃഷ്ടിക്കണേ എന്നല്ല, അള്ളാഹുവെ നീ ഹിദായത്ത് തരണേ എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്ത് തരണേ എന്ന് പറയുന്നത്. മറിച്ച് ഒരു വിശ്വാസിയുടെ മനസ്സിൽ അവന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവെ നീ ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാൽ ഹിദായത്തിന് നീ സൃഷ്ടിക്കണേ എന്നാണ്, ഖൽഖ് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്തിന്റെ ഒരു കാരണക്കാരനായി വർത്തിക്കണേ എന്നേ അതിനർത്ഥമുള്ളൂ. അതേ ഒരു മുവഹിദ് ഉദ്ദേശിക്കുള്ളൂ, അതേ ഒരു ഏകദൈവ വിശ്വാസിയുടെ മനസ്സിൽ വരികയുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ റേഷൻ പീഡിയക്കാരനോട് പോയിട്ട്, അല്ലെങ്കിൽ മാതാവിനോട് പോയിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പോയിട്ട് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു കാരണക്കാരനായി വർത്തിക്കണേ, ഇതേ ഒരു മുസ്ലിം ഉദ്ദേശിക്കുന്നുള്ളൂ, അതേ ഒരു മുവഹിദിന്റെ മനസ്സിൽ വരുന്നുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ ഹിദായത്ത് നൽകണേ എന്നോ ഭക്ഷണം നൽകണേ എന്നോ സൃഷ്ടികളോട് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു ശുർക്കും ഇവിടെ വരാനില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഹിദായത്ത് നൽകുന്നവൻ അള്ളയാണ്, പിന്നെ പാപം പൊറുക്കുന്നവൻ അള്ളയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാമോ? ഇതാ ചോദിച്ചത്. തത്തുല്യമായ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. അതിന്റെ അർത്ഥം എന്താ? ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അല്ലാത്തവരോട് ഭക്ഷണം ചോദിക്കാൻ പാടില്ല എന്നാണോ? ഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം പേടിക്കണം. ഖുർആന്റെ സൂറത്തുൽ ബഖറയിലില്ലേ, എന്നെ മാത്രം പേടിക്കണം. അതിന്റെ അർത്ഥം ഇനി വേറെ ആരെയും പേടിക്കാൻ പാടില്ലാന്നാ, മാതാപിതാക്കളെ പേടിക്കാൻ പാടില്ലാന്നാ, സിംഹം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നാ പേടിച്ചോടാൻ പാടില്ലാന്നാ, ശത്രുക്കളെ ബോംബിട്ടാ പോയി പേടിച്ചോടാൻ പാടില്ലാന്നാ? അതൊക്കെ ശിർക്കാണെന്നാണ്. എന്തൊരു പൊട്ടത്തരായി പറയുന്നത്. മക്കാ മുശ്രിക്കുകളും കൂടി ഇത്രമാത്രം പൊട്ടന്മാരല്ല. അങ്ങനെയുള്ള പൊട്ടത്തരാണ് ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മറിച്ച് അവിടേക്ക് എന്താ അർത്ഥം? എന്നെ മാത്രം പേടിക്കണം എന്ന് പറയുന്ന അർത്ഥം എന്താ അറിയോ? സ്രഷ്ടാവ് ഇലാഹ് എന്ന പരിവേഷത്തിലുള്ള പേടി അള്ളാഹുവിനെ മാത്രമേ ചെയ്യാവൂ. ആ പേടി വേറൊരാളോടും പേടിക്കാൻ പാടില്ല. അതേ സമയത്തോ സിംഹം എന്നുള്ള നിലക്ക്, മാതാപിതാക്കൾ എന്ന നിലക്ക്, പ്രവാചകൻ എന്ന നിലക്ക്, ഉസ്താദ് എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക്, പോലീസുകാരൻ എന്ന നിലക്ക് പേടിക്കുന്നതോ ആ പേടിയോ അത് അവരൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കാരണക്കാർ മാത്രം എന്ന വിധത്തിലാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയാണ് മുഴുവൻ പ്രവാചകന്മാരിവിടെ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് തെറ്റല്ലേ എന്നുള്ള ആ ചോദ്യം നിലവാരമില്ലാത്തൊരു ചോദ്യം. നേരത്തെ ചോദ്യം ചോദിച്ച ആള് പുറത്തെന്തോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 2 ചോദ്യം ചോദിക്കാനേ അവസരം, 2 അല്ല 5. എത്ര നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എത്ര സമയം നമ്മള് എത്ര അവസരം കൊടുത്തു? 2ൽ കൂടുതൽ അവസരം, 5 അവസരമാണോ കൊടുത്തത്? ഇത്രയും അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. 2 അവസരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് ദുഷ്പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സത്യം പറഞ്ഞു തന്നിട്ട് അത് ഉൾക്കൊള്ളാത്ത ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മൂടി വെച്ചിരിക്കുന്നു, അവരുടെ കാതുകളിൽ അല്ലാഹു സീരി വെച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകളിൽ മൂടിയാണുള്ളത്. അതുകൊണ്ട് അവർ കാര്യം ഉൾക്കൊള്ളൂല.
ഈ ഒരു വിഭാഗത്തിൽ പെട്ടുപോകാതെ സത്യസന്ധമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരുമ്പോൾ അത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സിന്റെ വിശാലതയാണ് ഏതൊരു വിശ്വാസിയും വെച്ചു പുലർത്തേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഇവിടെ മറുകണ്ഠം ചാടിയിട്ട് പിഴച്ച അഖീദയിലും പിഴച്ച തൗഹീദിലും ചെന്നുപെട്ട ആളുകളുടെ അവരുടെ വിമർശനങ്ങളും അവരുടെ അവകാശവാദങ്ങളും അവരുടെ വാദങ്ങളും ജൽപ്പനങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം അവർക്ക് ചോദിക്കാൻ തുറന്ന വേദിയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്വാഗതം ചെയ്യുന്നു. ചോദ്യകർത്താക്കൾ ആരുണ്ടെങ്കിലും അവർക്ക് നിസ്സംശയം നിർഭയം ചോദിക്കാനുള്ള വേദി ഇതാ ഒരുക്കിയിരിക്കും. നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞല്ലോ, ഖുർആനില് അള്ളാഹുവാണ് നേർവഴി കാണിക്കുന്നവൻ, അള്ളാഹുവാണ് പാപം പൊറുക്കുന്നവൻ എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കെ പിന്നെ റസൂലിനോട് ഹിദായത്ത് തരണേ, പാപം പൊറുത്തു തരണേ എന്ന് പറയാൻ പറ്റുമോ? അത് ശിർക്കല്ലേ എന്നാ ചോദിച്ചത്. നിങ്ങൾ നോക്കൂ, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അള്ളാഹ് അതിനൊക്കെ സമാനമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് കേൾവി ശക്തിയുള്ളവൻ. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ആർക്കും കേൾവി ശക്തി ഇല്ലാന്നാ? അള്ളാഹുവാണ് കാഴ്ച ശക്തിയുള്ളവൻ, അതിന്റെ അർത്ഥം വേറെ ആർക്കും കാഴ്ച ശക്തി ഇല്ലാന്നാ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവാണ് കേൾവി ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്വന്തവും സ്വതന്ത്രവുമായ കേൾവി ശക്തിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് കാഴ്ച ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്വന്തവും സ്വതന്ത്രമായ തരത്തിൽ കാഴ്ച ശക്തിയുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് കൃപ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സ്വന്തവും സ്വതന്ത്രവുമായി സ്വയം പര്യാപ്തനായി കൃപ ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ സൃഷ്ടികൾ അള്ളാഹു നൽകുന്ന കഴിവിന്റെയും അള്ളാഹുവിന്റെ നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിൽ സൃഷ്ടികൾ കൃപ ചെയ്യുകയില്ല എന്നോ അവർക്ക് കേൾവിയില്ല എന്നോ അവർക്ക് കാഴ്ചയില്ല എന്നോ ഒന്നും ആ പറഞ്ഞതിന്റെ അർത്ഥമില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബിദ്അത്തിന്റെ അഹ്ലുകാരായ വഹാബികളും മൗദൂദികളും പിഴച്ചു പോകാൻ കാരണം എന്ന് എന്റെ ഈ സദസ്സിനെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മക്ക മുശ്രിക്കുകളെ, അവരുടെ ബിംബങ്ങളെ, അവരുടെ പ്രതിഷ്ഠകളെ, അവരുടെ കല്ലുകളെ അവർ പൂജിച്ചിരുന്നു, അവർ ആരാധിച്ചിരുന്നു, അവർ വണങ്ങിയിരുന്നു. ആ ബിംബങ്ങളെ വണങ്ങുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അവരോട് ഒരുപാട് ആയത്തുകളെ കൊണ്ട് അവരെ ഖണ്ഡിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ വിളിയെ അവർ കേൾക്കുകയില്ല, വലൗ സമിഉ, ഇനി അവർ കേട്ടാ തന്നെ, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. ഈ പറഞ്ഞത് അജീവീയ വസ്തുക്കളായ ബിംബങ്ങളെ സംബന്ധിച്ചാണ്, കല്ലുകളെ സംബന്ധിച്ചാണ്, അസ്നാമിനെ സംബന്ധിച്ചാണ് എന്ന് സർവ്വ മുഫസ്സിറുകളും ആധികാരിക മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മൺമറഞ്ഞ മഹാത്മാക്കള് അവർക്ക് കേൾവിയില്ല, അവർക്ക് കാഴ്ചയില്ല, അവർ ഒന്നും ചെയ്യുന്നില്ല, അവർ ജീർണിച്ചു കിടക്കുകയാണ് എന്ന് ഇക്കൂട്ടർ തെറ്റിദ്ധരിച്ചു പോയതാണ്. യഥാർത്ഥത്തില് ബിംബങ്ങളെ, അജീവീയ വസ്തുക്കളെ ആരാധിച്ചു പോയ, അവർ ഇലാഹുകളായി സങ്കല്പിച്ചു പോയ ആ മക്ക മുശ്രിക്കുകളുടെ അവരുടെ തെറ്റായ രീതിയെ തുറന്നു കാണിക്കുവാൻ വേണ്ടി ആ ബിംബങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെ വിശദീകരിച്ച് അള്ളാഹുവിന്റെ ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മൺമറഞ്ഞ മഹാത്മാക്കളുടെ പേരിൽ ചാർത്തുന്നത് കടുത്ത ബിദ്അത്താണ്, കടുത്ത തെറ്റാണ്. അത് നരകത്തിലേക്കുള്ള കവാടം തുറക്കലാണ് എന്ന് ഈ സന്ദർഭത്തിൽ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെയും ജമാഅത്ത് അനുഭാവികളെയും ഞാൻ സദയം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം. നമ്മുടെ അഖീദ ശരിയാവണം. ഈ അഖീദ എന്നുള്ളത് ഇസ്ലാമിന്റെ മൗലികമായ ദർശനമാണ്. ഇതിൽ കാലത്തിന്റെ വ്യത്യാസമില്ല, ദേശത്തിന്റെ വ്യത്യാസമില്ല, വർണ്ണത്തിന്റെ വ്യത്യാസമില്ല, ലിംഗത്തിന്റെ വ്യത്യാസമില്ല, പ്രായത്തിന്റെ വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ അണിനിരക്കേണ്ടുന്ന ഇസ്ലാമിന്റെ മൗലിക ആശയങ്ങളെ സംബന്ധിച്ചാണ് അഖീദ, ഈമാന്, വിശ്വാസം എന്ന് പറയുക. ഈ അഖീദയുടെയും വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും രംഗത്തിൽ കടുത്ത ബിദ്അത്ത് വെച്ച് പുലർത്തുന്ന വഹാബികളെ, നിങ്ങൾ ഈ ബിദ്അത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നരകത്തിലേക്കാണ് നിങ്ങളുടെ റൂട്ട് എന്ന് നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു. ഇന്നമാ അന നദീർ എന്ന് അമ്പിയാക്കൾ പറയാറുണ്ടായിരുന്നത് പോലെ, ഞാൻ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് അമ്പിയാക്കൾ പറയുന്നത് പോലെ, ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണം കാംക്ഷിയാണ് എന്ന് അമ്പിയാക്കൾ പറയുന്നു
പറയുന്നത് പോലെ ഇവിടുത്തെ വഹാബികളോടും മൗദൂദികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഗുണം കാംക്ഷിച്ചുകൊണ്ട്, മതം ഗുണം കാംക്ഷയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മതം ആവശ്യപ്പെടുന്നു നിങ്ങൾ വഹാബികൾക്ക് ഗുണം ചെയ്തു കൊടുക്കുക, ഞങ്ങളുടെ മതം ആവശ്യപ്പെടുന്നു മൗദൂദികൾക്ക് ഗുണം ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഗുണം കാംക്ഷിച്ചുകൊണ്ട് പറയട്ടെ, തൗഹീദിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണ്, അത് 100% തെറ്റാണ്, ബിദ്അത്തിന്റെ വാദമാണ്, നരകത്തിലേക്കുള്ള പ്രയാണമാണ്. അതുകൊണ്ട് ആ പ്രയാണത്തിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്മനസ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്വീകരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടുകൂടി ഉണർത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ആസിഫ് പറഞ്ഞതുപോലെ KNM പ്രവർത്തകര് ഒരു ലെറ്റർ പേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SKSF പ്രവർത്തകർ പരസ്യമായ തുറന്ന സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള, ആ സംവാദം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ തൗഹീദിനെ സംബന്ധിച്ചുള്ള ഈ സംവാദം അതിവിടെ നടക്കണം. ഇൻഷാ അല്ലാഹ് KNM അതിന് തയ്യാറാവുകയാണെങ്കിൽ SKSF ഇതാ ഈ സംവാദത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ സംവാദം ഇവിടെ നടക്കണം. ആൾക്കാരൊന്ന് കാണട്ടെ, സത്യം ഇവിടെ ജനങ്ങൾ വിലയിരുത്തട്ടെ. കുറെ കാലമായല്ലോ ഇതിങ്ങനെ ഈ ദൊലാരത്തും പ്രസംഗിച്ച് ഇങ്ങനെ നടക്കണ്. മതം ഗുണകാംക്ഷയാണ്, ഇപ്പൊ അതാ പറയുന്നത്. മതം ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞിട്ട് മതത്തിന്റെ ഗുണപരമായ വശങ്ങളല്ല ഇവര് പ്രസംഗിക്കുന്നത്. മറിച്ച് എന്താ പ്രസംഗിക്കുന്നത്? മതം ഗുണകാംക്ഷയാണെന്ന പേരിൽ ഇവര് പ്രസംഗിച്ച പുതിയ ചില കാസറ്റുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ആ കാസറ്റിലുടനീളം ഇവിടുത്തെ പരമ്പരാഗതമായ ഇസ്ലാമിക സമൂഹത്തെ ഒന്നടങ്കം ശിർക്കിലേക്കാണ്. ഇതിനു വേണ്ടി അവര് ക്യാമ്പയിൻ ആചരിക്കുന്നത്. ഇതിനു വേണ്ടിയല്ലാതെ, ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തുവാൻ വേണ്ടിയല്ലാതെ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? സംഭവം എന്താണെന്നറിയോ? രണ്ട് ഗ്രൂപ്പും കൂടി മത്സരിക്കുക. ഞങ്ങളാണ് സുന്നിയാളെ ശിർക്കാക്കണോല്, ഞങ്ങളാണ് സുന്നിയാളെ ശിർക്കാക്കണോല്, ഞങ്ങളാണ് സുന്നിയാളെ മുശ്രിക്കീങ്ങളാക്കണോല്. ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങളാണെന്നുള്ള അവകാശവാദം ഇവിടെ നടത്താൻ വേണ്ടി ഓരോ ക്യാമ്പയിൻ ഇരു ഗ്രൂപ്പ് പേരും നടത്തുകയാണ്. മുസ്ലിം സമുദായമേ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ പഠിച്ച, നിങ്ങൾക്ക് പരമ്പരാഗതമായി കൈമാറിയ പ്രമാണബദ്ധമായ ബുദ്ധിപരമായ പരിശുദ്ധ ദീനിന്റെ അഖീദ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഇത്തരത്തിലുള്ള ക്ഷുദ്ര ശക്തികളുടെ കുപ്രചരണങ്ങളിൽ നമ്മളുടെ കാതു കൊടുക്കാതിരിക്കുക, അതിനെ തള്ളിക്കളയുക. ചോദ്യം ചോദിക്കാൻ വേണ്ടി ചെന്നിട്ട് അവസരം തരാതെ മുങ്ങണ ആൾക്കാര്, ഇസ്ലാമിന്റെ ആൾക്കാര്, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ ചെന്നപ്പോ നബി മുങ്ങേന്നു, നബി തങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഇറങ്ങി ഓടിയെന്നു. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് അവരോട് അവരുടെ സർവ്വ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. പ്രവാചകന്മാര് വെറും നദീറും ബഷീറും മാത്രമൊന്നുമല്ല, ശത്രുക്കളെ ചോദ്യങ്ങളെ പരാജയപ്പെടുത്തുന്നവരുമാണ്. ഞങ്ങൾ ഇതാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആര് വന്നാലും പ്രമാണബദ്ധമായി ബുദ്ധിപരമായി പരിശുദ്ധ ദീനിന്റെ ആശയങ്ങൾ വ്യക്തിത്വമെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രൊട്ടക്ഷന്റെയും ആവശ്യമില്ല. പരിശുദ്ധ ദീനിന്റെ ഉറച്ച വിശ്വാസം മാത്രമേ ഞങ്ങളുടെ കൈമുതലായിട്ടുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ സദസ്സിനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സദസ്സിനോട് ചെറിയ അപേക്ഷ കേട്ടോ. എന്താ വെച്ചാൽ, ഞാൻ ചോദിക്കാം ഉത്തരം നൽകും എന്ന് പറഞ്ഞപ്പോഴേ, ഞാൻ ഇപ്പോ ഖുർആനില് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം ചെയ്യുന്നു. ഈ മോലേര് ഇപ്പൊ അള്ളയിക്കണ്. കാരണം ഇയാൾ പറഞ്ഞെന്താ, ചോദിച്ചോളി ഉത്തരം ചെയ്യാമെന്നല്ലേ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞെന്താ, ചോദിച്ചോളി ഉത്തരം ചെയ്യാം. അപ്പൊ ഇയാളിപ്പോ അള്ളയാണ്, മുശ്രിക്കാണ്. ഈ ജാതി പൊട്ടത്തരങ്ങള് ഞാൻ പറഞ്ഞ ഇതിനേക്കാളും ബുദ്ധി അബൂജഹലുണ്ട്. കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ KM മൗലവിയേക്കാൾ വലിയ ബുദ്ധി അബൂജഹലുണ്ട്, ഉറപ്പാ. കാരണം ഈ ജാതി പൊട്ടത്തരങ്ങൾ ഓര് പറഞ്ഞിട്ടില്ല. പ്രമാണങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നിലപാടിലേക്ക് നാം തിരിച്ചു വരിക. അള്ളാഹു നമുക്കെല്ലാവർക്കും നേർവഴി പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.